ഞാൻ കാർ വാഷ് ചെയ്യാൻ വന്നതാണ്. നമ്മളെ വണ്ടിയതാ വാഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഇവിടെ കുറച്ച് നേരം പോസ്റ്റ് വെക്കണമല്ലോ, ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കാർ വാഷിൻ്റെ എന്തൊക്കെ ഒരു പരിപാടി തുടങ്ങിയാലോ എന്നുള്ളൊരു മൈൻഡാണ് ഇങ്ങനെ ഓണാവുന്നത്. തുടങ്ങിയാൽ രക്ഷപ്പെടും. കാരണം അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇട്ടാലതാ ഇങ്ങനത്തെ ഡെലിവറി വാനോ ഇങ്ങനത്തെ വലിയ വലിയ വണ്ടിയാളോ പിന്നെ നൈസൊരു കാഫീൻ പാടി ആയാലും സെറ്റാണ്. ചെറിയൊരു ടീ ഷോപ്പ്, അതായത് ട്രക്കേഴ്സൊക്കെ ഇവിടെ വന്ന് കണ്ട് തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാന്ന് വെച്ചാൽ അപ്പുറത്ത് റോഡാണ്. പക്ഷെ ഇവിടെ തന്നെ തുടങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരിതുണ്ടെന്ന് പറയാം, മൈൻഡ്. എന്ത് കഥയെന്ന് അറിയില്ല. പക്ഷേ ഈ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് എമൗണ്ട് വേണ്ടി വരും. ആദ്യം ഒരു ടൈം വെള്ളമടിച്ച്, നല്ല പ്രഷറിലെ വെള്ളമടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ പോയിട്ട് കോണിച്ച് കയറിയിട്ട് അത് എന്തോ അവിടെ ഒരു ബ്രഷ് ഇട്ട് വരച്ച് മേലിൽ നല്ല കച്ചറ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1 മാസത്തിൻ്റെ ശേഷമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മേലെ വെള്ളമടിച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ പൗഡർ ഇട്ട് സ്പ്രേ ആണ്. എന്ത് കഥയെന്നറിയില്ല, സ്പ്രേ ആണ്. അത് ഇട്ടതിന് ശേഷം ഇനി ചിലപ്പോൾ ഒന്ന് തുടക്കിയതിന് ശേഷം വാഷിങ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് ഈ മാളുകളൊക്കെ ഉണ്ടല്ലോ, മാളുകളെ മുന്നിലൊക്കെ ഉണ്ടാവും ചെക്കന്മാർ ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ എല്ലാ ഐറ്റം ഉണ്ടാവും, നമുക്ക് വാഷ് ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ടാവും. എന്നിട്ട് ഒരു വണ്ടിക്ക് 10-15 എന്നുള്ള നിരക്കിൽ പിള്ളേർ അവിടെ വന്നുകാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. നമ്മൾ ഏതേ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്തിട്ടതാ അതിലോട്ട് ഇറങ്ങിത്തിരിക്കണം. എന്തും സംഭവിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ചൊരു ഫണ്ട് ഉണ്ടാക്കണം. ഫണ്ട് ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിലോട്ട് ഇറക്കിക്കാണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് ഫണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫുഡ് അടിക്കാണ്. ഫുഡ് എന്താ വെച്ചാ കണ്ട നൈസ് ചിക്കനാണ്. ചിക്കൻ പൊരിച്ചതും പിന്നെ ഒരു റൈസും എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇന്നപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കാം. രാത്രി കിടന്ന് രാവിലെ എണീറ്റ് നേരെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് നേരെ വണ്ടിയേക്കാൻ പോയതിന് ശേഷം റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്നുമില്ല. റൂമിൽ പോയി ഇറങ്ങി ഫുഡ് വാങ്ങി വണ്ടിയിൽ നിന്ന് കഴിക്കണം. ഇതിന്റെ കൂടെ ഈ സാധനം കണ്ട പൊളി സാധനം. നമ്മളെ റൈസ് ഉണ്ടല്ലോ, റൈസിൽ മധുരം ചേർത്തിട്ട് പഞ്ചാര, നമ്മൾ ചക്കരല്ലേ ചേർക്കല്ലേ, ഒരു പഞ്ചാര ചേർക്കും. പട്ടണയിലുള്ള പഞ്ചാര വെച്ച് കണ്ടാണ് ഈ റൈസ് ഉണ്ടാക്കുക. അതിൽ നൈസ് കളർ കിട്ടും. ഇതിപ്പോൾ കഴിഞ്ഞ മാസം മറ്റേ ഇന്ത്യൻ്റെ ഇതല്ലേ എന്നാ സ്വാതന്ത്ര്യദിനം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനോട് അനുബന്ധിച്ചും പച്ചയും വെള്ളയും നീലല്ല ഓറഞ്ചാണ്, പാകിസ്ഥാൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അന്ന് കുറേ പൗഡർ വാങ്ങിയിരുന്നു, അപ്പോൾ എപ്പോഴും തീർന്നിട്ടില്ല. പിന്നെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ആ കളറൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. ശരിക്കും പറയാൻ ചെയ്തത് ഇതാണ് ഷോപ്പ്, പാകിസ്ഥാൻ കിച്ചൺ. നൈസാണ്, ഉള്ളില് ഡൈനിങ് ഒക്കെ ഉണ്ട്, നൈസാണ് പരിപാടി. ഞാനൊന്നും ഉള്ളുന്ന കഴിച്ചത്, ഇന്ന് പിന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു.
സണ്ടല്ല, സ്ലീപ്പ് കൊടുക്കാം, വേറെ പണിയൊന്നും ചെയ്യല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരുവിധം പ്രവാസികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. എൻ്റെ ലെവലിലുള്ള പ്രവാസികളുടെ എല്ലാവരും എന്ന് പറഞ്ഞേ, പലരും പല ജീവിതമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിനോട് സാമ്യമുള്ള കുറേ ആൾക്കാരുണ്ട്. അത് ഞാൻ E611 റോട്ടിൽ ഇറങ്ങുമ്പോൾ കാണലുണ്ട്. ഓരോ ജീവിതം ഏകദേശം ഇതുപോലെ കാരണം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും പ്രവാസികളായ എല്ലാവരും ഒരേപോലെ ഒന്നുമില്ല. പലർക്കും പല പ്രയാസങ്ങളിലും അതിജീവിച്ച് മുന്നോട്ട് പോയവരാണ് പ്രവാസികൾ എന്നാണ് ഞാൻ പറയുന്നത്. ഇതാരും പറഞ്ഞ കേട്ടൊന്നല്ല. അതിപ്പോൾ എൻ്റെ മൈൻഡിൽ ഓണായതാ, എൻ്റെ സ്പെഷ്യൽ സാധനം. അപ്പോൾ ഒക്കെ ഇനിയോട് മൈസൂർ പാക്ക് ഉണ്ട്, അതിന് അടുത്ത വീഡിയോ കാണിച്ചു തരാം. അത് രാവിലെ ഒരു ഇത് ചായൻ്റെ കൂടെ കൂട്ടുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക.